ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളൊരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ECIL, അതായത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിന്റെ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാവും. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഗേറ്റ് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് ഗേറ്റ് വഴിയൊന്നല്ല കേട്ടോ. ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഗേറ്റ് വഴിയൊന്നല്ല റിക്രൂട്ട് ചെയ്യുന്നത്, സെപ്പറേറ്റ് എക്സാം വഴി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തമ്പനയിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇത് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ അണ്ടറിലുള്ള ഒരു എന്താ പറയണ്ടേ സ്ഥാപനമാണ് ECIL, ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോ സ്വതവേ അവര് എന്താ പറയാ കോൺട്രാക്ട് ബേസിലൊക്കെ വിളിക്കുക. ഇതെന്ന് വെച്ചാൽ പെർമനന്റ് പോസ്റ്റിലേക്ക് തന്നെയാണ്. അപ്പം ഇതിൽ ഏജ് ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് 27 ആണ് അവിടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കാറ്റഗറീസിന്റെ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് വേക്കൻസീസ് ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിലേക്ക് പറയാം. ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഓർ എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്. നല്ലൊരു പേ സ്കെയിലാണ് ഇതിലുള്ളത്. 40,000 തൊട്ട് 1,40,000 വരെയുള്ള നല്ലൊരു പേ സ്കെയിലാണ് ഈ ഒരു പോസ്റ്റിനുള്ളത്. അപ്പൊ ഇതിൽ വരുമ്പം ഇലക്ട്രോണിക്സിന്റെ കേസിൽ 5 പോസ്റ്റും, ട്രിപ്പിൾ കേസിൽ 7 പോസ്റ്റും, മെക്കാനിക്കലിന് നല്ലൊരു പോസ്റ്റുണ്ട്, 13 വേക്കൻസീസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസിന് 5 വേക്കൻസീസ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു എക്സാമിന് പോസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ എക്സാമിന് എഴുതരുത്, എക്സാമിന് അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ എന്താ പറയണ്ടേ ആ ഒരു കാലിബർ ഒക്കെ എപ്പോഴാണ് എവിടെയാന്ന് അപ്ലൈ ചെയ്യാൻ പറ്റാതെ ഭാഗ്യമൊക്കെ എപ്പോഴും വരുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ. അപ്പോ നിങ്ങൾ നന്നായിട്ട് എന്താ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോസ്റ്റിലേക്ക്, നിങ്ങൾക്ക് ഒരു പോസ്റ്റ് മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ ബാക്കിയുള്ള പോസ്റ്റുകളുണ്ട്. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക. Okay, നല്ലൊരു പേ സ്കെയിലാണ്. അപ്പൊ ഇതിൽ ആകെ 1,000 റുപ്പീസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു 40,000 ടു 1,40,000 ആണ് അതിന്റെ പേ സ്കെയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ DHR കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ അവിടെ ഒരു ബോണ്ടിന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, 4,00,000 റുപ്പീസിന്റെ ഒരു എന്താ ഒരു ബോണ്ടിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. ഇതിലിപ്പം റിസർവേഷൻ ഉണ്ട്. ടോട്ടൽ 30 പോസ്റ്റുകൾ. അപ്പൊ 15 ജനറൽ റിസർവ്ഡ്, 2 EWS, 8 OBC, ഒരു ST, 4 SC. അതേപോലെ നമ്മൾ പറഞ്ഞു അടുത്ത റിലാക്സേഷൻ പറഞ്ഞു 5 വർഷമുണ്ട് SC ST കാൻഡിഡേറ്റ്സിന്, 3 വർഷമാണ് OBC കാൻഡിഡേറ്റ്സിന്. അപ്പോ നമ്മളെ മെത്തേഡ് ഓഫ് സെലക്ഷൻ വെച്ചാൽ രണ്ട് പ്രോസസ് ആണുള്ളത്. ഒന്ന് റിട്ടൺ ടെസ്റ്റ്, രണ്ടാമത്തെ പേഴ്സണൽ ഇന്റർവ്യൂ. നിങ്ങൾ റിട്ടൺ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പേഴ്സണൽ ഇന്റർവ്യൂവിന് എന്താ നിങ്ങൾക്ക് അതിന്റെ TA അവർ തരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള TA ഒക്കെ നിങ്ങൾക്ക് അവിടെ പേയ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പോ 85% മാർക്ക് ആയിരിക്കും നമ്മൾ റിട്ടൺ ടെസ്റ്റിന്റെ നോക്കുന്നുണ്ടാവും. ബാക്കി 50% ആയിരിക്കും എന്ത് ചെയ്യുക, ഇന്റർവ്യൂവിന്റെ നോക്കുക. അങ്ങനെയായിരിക്കും ടോട്ടൽ വെയിറ്റേജ് ഉണ്ടാവുക. അപ്പോ നമ്മളിപ്പം പറഞ്ഞു ഒരു 10 വേക്കൻസി എന്നുള്ളതെന്നുണ്ടെങ്കിൽ 40 ആൾക്കാർ എന്ത് ഇന്റർവ്യൂവിന് അവർ വിളിക്കുന്നുണ്ടാവും. അതാണ് 1:4. ഓക്കെ, അതായത് നിങ്ങളുടെ റിട്ടേൺ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ 10 വേക്കൻസി ഉള്ളതെങ്കിൽ 40 പേരായിരിക്കും അവർ ഇന്റർവ്യൂവിന് വെക്കുന്നുണ്ടാവുക. പിന്നെ ഇതിൽ എക്സാം സെന്റേഴ്സ് പറയുന്നത് കേരളത്തിലെവിടെ എക്സാം സെന്റേഴ്സ് ഇല്ല. പിന്നെ ബാംഗ്ലൂർ, ചെന്നൈ ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, കേരളത്തിലെവിടെ എക്സാം സെന്റേഴ്സ് ഇല്ല. പിന്നെ ക്വസ്റ്റ് പേപ്പർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണ് പറഞ്ഞേക്കുന്നത്. 1/4 ആയിരിക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുക. ഓക്കെ, 0.25 ഉണ്ട്. ഓക്കെ, പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ കാര്യം, പേഴ്സണൽ ഇന്റർവ്യൂ ഹൈദരാബാദിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പേഴ്സണൽ ഇന്റർവ്യൂ ഹൈദരാബാദിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഹൈദരാബാദിലേക്കുള്ള ടിക്കറ്റ് ചാർജ് ഒക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഓൺലൈൻ ചെയ്യാൻ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ജനറൽ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ 1,000 റുപ്പീസ് ആണ് ഇവിടെ ഫീ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ഇവിടെ 1,000 റുപ്പീസ് ആണ് പിന്നെ അവരോട് ചാർജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതന്നെ ടു ആൻഡ് ഫ്രോ സ്ലീപ്പർ ക്ലാസ് ഫെയർ ഈസ് അഡ്മിസിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് April 13 ലാസ്റ്റ് ഡേറ്റ്. 23 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, April 13 ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് 13/4/2024 ലാസ്റ്റ് ഡേറ്റ്. റിട്ടേൺ ടെസ്റ്റ് ഒക്കെ എന്താ ഡേറ്റും അതേപോലെ കാര്യങ്ങളൊക്കെ എന്താ ആ ഒരു സൈറ്റിൽ www.ecl.co.in ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണം. അപ്പോൾ നമുക്കൊരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.